ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിനു വേണ്ടി അഡ്വക്കേറ്റ് എസ് രാജീവ് ഹാജരാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 10ാം ദിവസവും ഒളിവിൽ തുടരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും രാഹുലിനായി അന്വേഷണം ഊർജിതം. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്നും വാദം കേൾക്കും. ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദവാദത്തിനു വേണ്ടി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞേക്കും. യൂട്യൂബ് വീഡിയോയിലൂടെ FIR വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കോടതി അറിയിച്ച രാഹുലിന്റെ അഭിഭാഷകനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം ഇന്ന്. ദേശീയപാത അധികൃതരും ജനപ്രതിനിധികളും കരാർ കമ്പനി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. അപകടത്തിനിടയാക്കിയ കാരണം കരാർ കമ്പനിയായ ശിവാലയ വിശദീകരിക്കേണ്ടി വരും. ദേശീയപാത അധികൃതരും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയെ സമീപിച്ചത് വിജിലൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെ. കേസിൽ 3ാം പ്രതിയാണ് N. വാസു. കേരളത്തിലെ SIR സമയപരിധി വീണ്ടും നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ സ്വീകരിക്കും. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കേരളത്തിന്റെ അപേക്ഷ പരിഗണിച്ച്. ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുന്നു. ഇന്നും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ മുടങ്ങിയേക്കും. വിമാന സർവീസുകൾ താളം തെറ്റിയതോടെ ഷെഡ്യൂൾ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി 1000-ലധികം സർവീസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതായി ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ്. ഡിസംബർ 10-നും 15-നും ഇടയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷ. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് വ്യോമയാന മന്ത്രാലയം. തിരുവനന്തപുരത്തെ സർക്കാർ തിയേറ്ററുകളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റിൽ പ്രചരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്ത് സൈബർ പോലീസ്. CCTV ദൃശ്യം കൗഡിൽ നിന്നാണോ ചോർന്നതെന്ന് പരിശോധിക്കുന്നു. ഉത്തരേന്ത്യൻ സംഘമാണ് പിന്നിലെന്ന് സംശയം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാരിനും ഗവർണർക്കും സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയെങ്കിലും സമവായമുണ്ടാകാൻ സാധ്യതയില്ല. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC നിയമിക്കണമെന്നാണ് ഗവർണറുടെ നിലപാട്. തീരുമാനം അംഗീകരിക്കാതെ സംസ്ഥാന സർക്കാർ. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ പരാതിക്കാരനായ ഗവേഷണ വിദ്യാർത്ഥിയുടെ ഹിയറിംഗ് ഇന്ന്. നെടുമങ്ങാട് SC/ST കോടതിയിലാണ് വിപിൻ വിജയൻ ഹാജരാകുന്നത്. ഡീൻ CN വിജയകുമാരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഹിയറിംഗ്. വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃശൂരിൽ പ്രചാരണം കൊഴുപ്പിക്കാനൊരുങ്ങി LDF. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. തൃശൂർ വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി തമിഴ്നാട് പോലീസ്. ഇന്നലെ ബാലമുരുകനെ പോലീസ് കണ്ടെത്തിയിരുന്നു. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ 150 മീറ്റർ താഴ്ചയുള്ള പാറയിടുക്കിൽ ചാടിയ ബാലമുരുകനെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് തെരച്ചിൽ തുടരുന്നത്. തെങ്കാശിയിലെ ഭാര്യ വീട്ടിലേക്ക് വന്ന ബാലമുരുകനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് കടയത്ത് മലയിലേക്ക് ബാലമുരുകൻ ഓടിക്കയറിയത്. പാലക്കാട് മലമ്പുഴയിൽ നവോദയ സ്കൂളിന് സമീപം വീണ്ടും പുലി ഇറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലെന്ന് വനംവകുപ്പ്. വനം RRT സംഘങ്ങളുടെ മുഴുവൻ സമയ നിരീക്ഷണവും ക്യാമറയും സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നു. പ്രദേശത്ത് ഇന്നലെയും പുലി ഇറങ്ങിയിരുന്നു. പാലക്കാട് ചാലിശ്ശേരി സെന്ററിലെ 4 കടകളിൽ തീപിടുത്തം ഉണ്ടായതിന്റെ കാരണം തേടി അഗ്നിരക്ഷാസേന. ഫുട്വെയർ ഷോപ്പ്, പച്ചക്കറിക്കട, ബേക്കറി എന്നിവയുൾപ്പെടെയുള്ള 6 കടകളിലാണ് ഇന്നലെ രാത്രി തീ പടർന്നത്. 4 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഫ്രഷ്കട്ട് സംഘർഷത്തിൽ 4 പേർ കൂടി കീഴടങ്ങി. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പ്രതികൾ കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ദേശീയപാത നിർമ്മാണം മനുഷ്യക്കുരുതിക്കുള്ള പാതയാക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. പൊതുമരാമത്ത് മന്ത്രി വിഷയത്തിൽ മൗനം വെടിയണം. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ക്രമക്കേടും ചൂണ്ടിക്കാണിക്കുന്നതുവരെ
ചൂണ്ടിക്കാണിക്കുന്നവരെ സർക്കാർ വികസന വിരോധികളാക്കി മുദ്രകുത്തുകയാണെന്നും വിമർശനം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. കണ്ണൂർ സ്വദേശികളായ മുബഷീർ, മെഹബൂബ്, കൊയിലാണ്ടി സ്വദേശിനി അപർണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ ഹൂത്തി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തടവിലായിരുന്ന മലയാളി തിരികെയെത്തി. 5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയത് കായംകുളം പത്തിയൂർ സ്വദേശി അനിൽകുമാർ രവീന്ദ്രൻ. അനിൽകുമാറിനൊപ്പം 9 ഫിലിപ്പീനികളും മോചിതരായി. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ 9ാമത്തെ വീട് കൈമാറി. പുന്നപ്ര സ്വദേശി മിനിമോൾക്കാണ് വീട് ലഭിച്ചത്. വീടിന്റെ താക്കോൽ ദാനം 24 ആലപ്പുഴ ബ്യൂറോ ചീഫ് അശ്വിൻ പാലാഴി നിർവഹിച്ചു. വയനാട് മുട്ടിൽ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ AICC അംഗം ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സക്കീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന് ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് ND അപ്പച്ചൻ. ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ മുഹമ്മദ് അസിൽ, ദേശീയ സീനിയർ മീറ്റിൽ പങ്കെടുത്ത M റിദ എന്നിവർക്ക് ഊഷ്മള സ്വീകരണം. മലപ്പുറം ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി തൃശൂർ DYSP ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TN ഷാജി, പ്രിൻസിപ്പൽ സോണിയ C വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മരണാനന്തര ചടങ്ങിനിടെ വാക്ക് തർക്കത്തിലേർപ്പെട്ട യുവാക്കൾ കിണറ്റിൽ വീണു. വാക്ക് തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെയാണ് 3 യുവാക്കൾ കിണറ്റിൽ വീണത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. UDF കൽപ്പറ്റ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. UDF ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചു പര്യടനം. പരിപാടി DCC പ്രസിഡന്റ് TJ ഐസക് ഉദ്ഘാടനം ചെയ്തു. വയനാട് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 9 ഗ്രാമപഞ്ചായത്തുകളിലെ EVM കമ്മീഷനിംഗ് കൽപ്പറ്റ SKMJ ഹൈസ്കൂളിൽ ആരംഭിച്ചു. 33 കൗണ്ടറുകളിലായി 152 വാർഡുകളിലെ 221 ബൂത്തുകളിലേക്കുള്ള EVM ആണ് കണക്ഷനിങ്ങിനുള്ളത്. ജില്ലാ കളക്ടർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് EP ജയരാജൻ. ബത്തേരി നഗരസഭയിലെ LDF റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KJ ദേവസ്യ അധ്യക്ഷത വഹിച്ചു. അപൂർവമായി കണ്ടുവരുന്ന ഫീറ്റസ് ഇൻ ഫീറ്റു രോഗാവസ്ഥ കണ്ടെത്തിയ കുഞ്ഞിന് കൊച്ചി അമൃത ആശുപത്രിയിൽ വിജയകരമായി ശസ്ത്രക്രിയ നടത്തി. എറണാകുളം സ്വദേശിനിക്ക് ജനിച്ച കുഞ്ഞിന്റെ വയറ്റിനുള്ളിൽ കണ്ടെത്തിയ ജീവനില്ലാത്ത ഭ്രൂണാവശിഷ്ടം നീക്കം ചെയ്തു. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം SKSSF സംഘടിപ്പിച്ച തുലപ്പ കോൺഫറൻസിന് തുടക്കമായി. മലപ്പുറം വെല്ലൂർ ബാഗിയാത്ത് പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളായി നടക്കുന്ന കോൺഫറൻസിൽ 500ഓളം സ്ഥാപനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 1500 പ്രതിനിധികൾ പങ്കെടുക്കും. മലപ്പുറം മേഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് തിരൂർ പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബോധവൽക്കരണ ക്ലാസ് തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്ററായ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ ഗോവയിൽ സംഘടിപ്പിച്ച ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കേരളത്തിന് നേട്ടം. കേരളത്തിനായി മത്സരിച്ച ആലപ്പുഴ സ്വദേശി കിരൺ പോൾ, കൊച്ചി നാവികസേനാ ഉദ്യോഗസ്ഥൻ ഹിമാൻഷു എന്നിവർക്ക് സ്വീകരണം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500-ലധികം പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പങ്കെടുത്ത LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗ സ്ഥലത്ത് കുഴഞ്ഞു വീണയാൾക്ക് താങ്ങായി ഡോക്ടർ ജോ ജോസഫ്. മുഖ്യമന്ത്രി കലൂരിൽ പ്രസംഗിക്കുന്നതിനിടെ പത്തനംതിട്ട സ്വദേശി MC സജിയാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ CPR നൽകിയ ശേഷം ഇദ്ദേഹത്തെ ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ലിസി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന സജി അപകടനില തരണം ചെയ്തു. ലോക മണ്ണ് ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം മേൽമുറി മദീൻ പബ്ലിക് സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. യന്ത്രവൽകൃത ലോകത്തിനു മുമ്പ് കൃഷിരീതിക്ക് നിലം ഒഴുകുന്ന രീതി കുട്ടികളെ മനസ്സിലാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. മനുഷ്യരും കൃഷിയുമായുള്ള ബന്ധം അടയാളപ്പെടുത്തുന്നതായിരുന്നു പരിപാടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പ്രക്രിയയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കം. പേരാമ്പ്ര, വടകര, മേലടി, ചേളന്നൂർ, കൊടുവള്ളി ബ്ലോക്കുകളിലെയും
കൊയിലാണ്ടി, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികളിലെയും കമ്മീഷനിംഗ് ആണ് ആരംഭിച്ചത്. കമ്മീഷനിംഗ് പ്രക്രിയ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ MG സർവകലാശാലയുടെ മുന്നേറ്റം. ജയ്പൂരിൽ ഇന്ന് നടന്ന വനിതാ ബാസ്കറ്റ്ബോൾ ഫൈനലിൽ MG സർവകലാശാല ചാമ്പ്യന്മാർ ചെന്നൈ SRM സർവകലാശാലയെ പരാജയപ്പെടുത്തി. MG സർവകലാശാലയ്ക്ക് വേണ്ടി അക്ഷയ ഫിലിപ്പ് 17 പോയിന്റുമായി ടോപ്പ് സ്കോററായി. എറണാകുളം കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. മോഹൻ വീണ വിദ്വാനും പത്മഭൂഷൺ ജേതാവുമായ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടും നേതൃത്വം നൽകി. രാജഗിരി ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നോക്കാം പ്രധാന അറിയിപ്പ്. ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ശുദ്ധജല വിതരണം മുടങ്ങും. മെഡിക്കൽ കോളേജ് കോവൂര്, മുണ്ടിക്കൽ താഴം, ഗുരുവായൂരപ്പൻ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. സത്യജിത് റേ ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 11ാമത് രാജ്യാന്തര ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മ്യൂസിക്കൽ ആൽബം ഫെസ്റ്റിവൽ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കും. ജനുവരി 3, 4 തീയതികളിൽ നടക്കുന്ന ഫെസ്റ്റിവലിന് എൻട്രികൾ ക്ഷണിച്ചു. എൻട്രികൾ 20-ന് മുമ്പ് അയക്കണമെന്ന് അറിയിപ്പ്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. വിവരങ്ങൾക്ക് കൊല്ലം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. കൊടുമൺ ഇടത്തിട്ട വിദ്യാസാഗർ വായനശാലയിൽ ആരംഭിക്കുന്ന ഈ വിജ്ഞാന കേന്ദ്രത്തിലേക്ക് ഡേറ്റ എൻട്രി ജോലിയിൽ അക്ഷയ, ജനസേവന കേന്ദ്രങ്ങളിൽ മുൻപരിചയമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 10-ന് മുമ്പ് വായനശാലയിൽ ലഭിക്കണം. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വഴിയോരങ്ങളിലും പൊതുസ്ഥലത്തും സ്ഥാപിച്ചിട്ടുള്ള പരസ്യങ്ങൾ, ബോർഡുകൾ, ലഘുലേഖകൾ, കൊടികൾ, തോരണങ്ങൾ, ബാനറുകൾ എന്നിവ സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് കരാർ നിയമനത്തിൽ വാക്ക്-ഇൻ ഇന്റർവ്യൂ ഈ മാസം 8-ന് രാവിലെ 11 മണിക്ക് നടക്കും. അഭിമുഖം പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകണം. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ 100-ലധികം ഒഴിവുകളിലേക്ക് അഭിമുഖം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യാം. കൊല്ലം ചിൽഡ്രൻസ് ലൈബ്രറിയിലെ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ യുവതികൾക്ക് ഫാഷൻ ഡിസൈനിംഗ് സൗജന്യ പരിശീലനം നൽകും. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. കൊച്ചി വൈറ്റില ടോക്കച്ച് ഇന്ത്യയുടെയും ടോക്കച്ച് കൊച്ചിൻ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് തയ്യൽ, ഹാൻഡ് എംബ്രോയിഡറി, ഫാബ്രിക് പെയിന്റിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്നു. വിവരങ്ങൾക്ക് ടോക്കച്ചുമായി ബന്ധപ്പെടുക. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരായ യുവജനങ്ങൾക്കും നിർധനർക്കും വേണ്ടി സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദ ഡിസേബിൾഡ് സൗജന്യമായി റീറ്റെയിൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നിവയിൽ 3 മാസ കോഴ്സ് നടത്തുന്നു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 15. 18-നും 32-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. യോഗ്യത SSLC ആണ്. നോക്കാമിനി ദേശീയ വാർത്തകൾ. നാഷണൽ ഹെറാൾഡ് കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് നോട്ടീസ് അയച്ച ഡൽഹി പോലീസ്. ഈ മാസം 19-നകം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറണം എന്ന് നിർദ്ദേശം. രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന് കോൺഗ്രസ്. 2036 അഹമ്മദാബാദ് ഒളിമ്പിക്സിന് വേദിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2014 800 കോടി രൂപയായിരുന്ന കായിക ബജറ്റ് 2025 4000 കോടി രൂപയായി മോദി സർക്കാർ ഉയർത്തി. രാജ്യം വികസന കുതിപ്പിന്റെ പാതയിലാണെന്നും അമിത്ഷാ. TVK അധ്യക്ഷൻ വിജയുമായി കൂടിക്കാഴ്ച നടത്തിയ അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തി. ചെന്നൈയിൽ വിജയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. വിജയെ പ്രശംസിച്ച് 3 ദിവസം മുമ്പ് എക്സിൽ പ്രവീൺ പോസ്റ്റിട്ടിരുന്നു. മതപരമായ ആചാരങ്ങൾക്കായി ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് അവകാശമല്ലെന്ന് ബോംബെ ഹൈക്കോടതി. നിരീക്ഷണം സുപ്രീം കോടതി വിധികളെ അടിസ്ഥാനമാക്കി. വോയിസ് ആംപ്ലിഫയറുകളിലൂടെയോ ഡ്രം മുഴക്കുന്നതിലൂടെയോ പ്രാർത്ഥനകൾ നടത്താൻ ഒരു മതവും അനുശാസിക്കുന്നില്ല എന്നും കോടതി. UAPA ചുമത്തിയ പ്രതിയെ കുറ്റപത്രം സമർപ്പിക്കാതെ 2 വർഷം കസ്റ്റഡിയിൽ വെച്ചതിന് അസം പോലീസിന് സുപ്രീം കോടതിയുടെ അതിരൂക്ഷ വിമർശനം.
55 വയസ്സുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പ്രതിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. നോയിഡയിലെ അഴുക്കുചാലിൽ കുട്ടികളെ എറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ. സമീപത്തൂടെ കടന്നുപോയ ഡെലിവറി ജീവനക്കാരനാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പ്രതി ആശിഷിനെ റിമാൻഡ് ചെയ്തു. മുതിർന്ന സ്ത്രീകൾക്കും വയോധികർക്കും ലോവർ ബർത്ത് മുൻഗണന നൽകാനുള്ള തീരുമാനവുമായി റെയിൽവേ. സ്ലീപ്പർ ക്ലാസ്സിൽ 7 വരെ ബർത്തുകളും തേർഡ് എസിയിൽ 5 വരെ ബർത്തുകളും സെക്കൻഡ് എസിയിൽ 4 വരെ ബർത്തുകളും മുൻഗണനാക്രമത്തിൽ നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ക്യാൻസർ ഗവേഷണത്തിനായി ഭുവനേശ്വർ എയിംസിന് 3.4 കോടി രൂപ സംഭാവന ചെയ്ത ഡോക്ടർ പ്രൊഫസർ കെ ലക്ഷ്മിഭായിയുടെ സംഭാവന ഗൈനക്കോളജിയിൽ ഓങ്കോളജിയുടെ ഗവേഷണത്തിനായി. പുഷ്പ 2 റിലീസിനിടെയുണ്ടായ അപകടത്തിൽ കൂടുതൽ ധനസഹായവുമായി അല്ലു അർജുൻ. പരിക്കേറ്റ കുട്ടിയുടെ കുടുംബത്തിന് 3.5 കോടി രൂപ നൽകി. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും ദിൽസുഖ് നഗർ സ്വദേശിനിയുമായ രേവതി നേരത്തെ മരണപ്പെട്ടിരുന്നു. അനിൽ അംബാനിയുടെ 1120 കോടി രൂപയുടെ ആസ്തികൾ കൂടി കണ്ടുകെട്ടി ഇഡി. മുംബൈയിലെ റിലയൻസ് സെന്റർ, ഗസ്റ്റ് ഹൌസ്, ചെന്നൈയിലെ 231 പ്ലോട്ടുകൾ എന്നിവ കണ്ടുകെട്ടിയവയിൽപ്പെടുന്നു. അനിൽ അംബാനിയുടെ കമ്പനികൾക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ തുടർച്ചയായാണ് ഇഡിയുടെ നടപടി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഫെഡറൽ ലേബർ ബോർഡുകളിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളെ പുറത്താക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരമുണ്ടെന്ന് US അപ്പീൽ കോടതി. അംഗങ്ങളെ പ്രസിഡന്റാണ് നിയമിക്കുന്നതെന്നും അതിനാൽ കൃത്യമായ കാരണം കണ്ടെത്തിയാൽ നീക്കം ചെയ്യാമെന്നും കോടതി. നാറ്റോ പ്രതിരോധത്തിന് അവസാന തീയതി നിശ്ചയിച്ച് US 2027 ആകുമ്പോഴേക്കും ഇന്റലിജൻസ് മുതൽ മിസൈലുകൾ വരെയുള്ള നാറ്റോയുടെ പരമ്പരാഗത പ്രതിരോധ ശേഷികളിൽ ഭൂരിഭാഗവും യൂറോപ്പ് ഏറ്റെടുക്കണമെന്ന് അമേരിക്ക. റഷ്യൻ ഭീഷണിക്കിടെ വിവാദ സൈനിക സേവന നിയമത്തിന് പിന്തുണ നൽകി ജർമ്മൻ പാർലമെന്റ്. സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നാറ്റോ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ലക്ഷ്യമിട്ടുള്ള പുതിയ സൈനിക സേവന നിയമം അംഗീകരിച്ച് ജർമ്മൻ പാർലമെന്റ്. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സ്വിറ്റ്സർലാൻഡ്. ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചതായി ഫെഡറൽ കൗൺസിൽ. സുമാത്രയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 860 കടന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്തോനേഷ്യൻ സൈന്യം. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. പരീക്ഷണം 2 ദിവസത്തെ സൈനികാഭ്യാസത്തിനിടെ. ശത്രു രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പെന്ന് ഇറാൻ. അടുത്ത വർഷത്തെ യൂറോവിഷൻ ഗാനമത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി സ്പെയിൻ, അയർലൻഡ്, സ്ലൊവേനിയ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ. പിന്മാറ്റം ഇസ്രയേലിന് മത്സരിക്കാൻ അനുവാദം നൽകുമെന്ന സംഘാടകരുടെ അറിയിപ്പിനെ തുടർന്ന്. ടാൻസാനിയയിൽ ഡിസംബർ 9 നടക്കാനിരിക്കുന്ന വൻ പ്രതിഷേധം നിയമവിരുദ്ധമെന്ന് പോലീസ്. കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിനെ ചൊല്ലി രാജ്യത്തുണ്ടായത് വൻ പ്രതിഷേധം. വീണ്ടും ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയെന്ന് പോലീസ്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. അമേരിക്കൻ സിനിമാ നിർമ്മാണ കമ്പനി വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുക്കാൻ ഒരുങ്ങി നെറ്റ്ഫ്ലിക്സ്. കരാർ പ്രകാരം വാർണർ ബ്രദേഴ്സിന്റെ സിനിമ, ടെലിവിഷൻ സ്റ്റുഡിയോകളും HBO മാക്സ് എന്നീ ചാനലുകളും അടക്കം നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗമാകും. കരാർ $82.7 ബില്യൺ. അമേരിക്കയിൽ ഭവന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കാൻ EB-5 വിസ ബിൽ. ഭവന വിപണിയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി തൊഴിൽ അധിഷ്ഠിത വിസ ഉപയോഗിക്കാൻ പദ്ധതി. ലോക ഭക്ഷ്യവസ്തുക്കളുടെ വില നവംബറിൽ തുടർച്ചയായ 3-ാം മാസവും കുറഞ്ഞു. ധാന്യങ്ങൾ ഒഴികെയുള്ള എല്ലാ പ്രധാന ഭക്ഷണങ്ങളുടെയും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന. പുതിയ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി TVS മോട്ടോഴ്സ്. TVS റോണിൻ അഗോണ്ട പുറത്തിറക്കിയത് ഗോവയിൽ നടന്ന മോട്ടോർ സൈക്ലിംഗ് ഫെസ്റ്റിവലിൽ. ഇൻഡിഗോയിലെ പ്രതിസന്ധികൾക്കിടയിൽ 100 അധിക വിമാനങ്ങളുമായി സ്പൈസ് ജെറ്റ്. അടുത്ത ദിവസങ്ങളിൽ അധിക വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് സ്പൈസ് ജെറ്റ് ചെയർമാൻ അജയ് സിംഗ്. മൂലധന വിപണിയിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമാകാൻ ഗജ ക്യാപിറ്റൽസ്. ഗജ ഓൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റ് IPO വഴി സമാഹരിക്കുക
656 കോടി രൂപ. 1000 സീനിയർ സർവീസ് ടെക്നീഷ്യന്മാരെ നിയമിക്കാൻ ഓല ക്യാപിറ്റൽസ്. ഓല ഹൈപ്പർ സർവീസ് പ്രോഗ്രാം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് നടപടി. ന്യൂസിലാൻഡിനെതിരായ ആദ്യ ടെസ്റ്റിൽ ജയം ലക്ഷ്യമിട്ട് വെസ്റ്റ് ഇൻഡീസ് ഇന്നിറങ്ങും. അവസാന ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുമ്പോൾ വിൻഡീസിന് ജയിക്കാൻ വേണ്ടത് 319 റൺസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ആഴ്സണൽ ആസ്റ്റൺ വില്ലയെയും, രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ചെൽസി ബൺമൌത്തിനെയും നേരിടും. ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇന്ന് മത്സരം. ലാലിഗയിൽ 1-ാം സ്ഥാനം നിലനിർത്താൻ ബാഴ്സലോണ ഇന്നിറങ്ങും. രാത്രി 11 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ എതിരാളി റയൽ ബെറ്റിസ്. ജർമ്മൻ ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ ബയേൺ മ്യൂണിക്ക്. രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ എതിരാളി സ്റ്റാറ്റ്ഗാർഡ്. ജൂനിയർ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ക്വാർട്ടറിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യൻ ബൌളർമാരുടെ മോശം പ്രകടനത്തിൽ BCCIക്കെതിരെ ആഞ്ഞടിച്ച് മുൻ താരം ഹർഭജൻ സിംഗ്. മുഹമ്മദ് ഷമി അടക്കമുള്ള മികച്ച ബൌളർമാരെയെല്ലാം ടീം മാനേജ്മെന്റ് ഒതുക്കിയെന്നും ഇഷ്ടക്കാരായ ബൌളർമാരെ മാത്രം കളിപ്പിച്ചുവെന്നും ഹർഭജൻ. പാക് ബാറ്റർ ഫക്കർ സമ്മാന് പിഴ ചുമത്തി ICC. ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തൽ. മാച്ച് ഫീയുടെ 10% പിഴ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചടി. പരിക്കേറ്റ സൂപ്പർ താരം റോഡ്രിയുടെ തിരിച്ചുവരവ് വൈകും. ബാഴ്സലോണയുമായുള്ള കരാർ നീട്ടി എറിക് ഗാർസിയ. 2031 വരെയാണ് കരാർ നീട്ടിയത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കമ്പ്യൂട്ടർ ഓണാക്കാതെ ജോലി ചെയ്യുന്നതായി അഭിനയിക്കുന്നുവെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലെ ദൃശ്യങ്ങളാണ് എഡിറ്റ് ചെയ്ത് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. വ്യാപം ആൾമാറാട്ട കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് ഗോളിയോറിലെ CBI കോടതി. രൺവീർ പർവേന്ദ്രകുമാർ എന്ന ഹർവേന്ദ്ര സിംഗ് ചൌഹാൻ എന്നിവർക്ക് 7 വർഷം കഠിന തടവും 11,000 രൂപ പിഴയും വിധിച്ച് കോടതി. ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും BNP അധ്യക്ഷയുമായ ഖാലിദ സിസിയെ നാളെ വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് കൊണ്ടുപോകും. ഖത്തർ നൽകിയ എയർ ആംബുലൻസിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ നിശ്ചയിച്ചിരുന്ന യാത്ര മാറ്റിയത്. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം നിലയിൽ തുടരുന്നു. വായു ഗുണനിലവാര സൂചിക 300 കടന്നു. നഗരത്തിൽ അതിശൈത്യവും മൂടൽമഞ്ഞും. ജന്മാവകാശ പൗരത്വം റദ്ദ് ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതി. നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരുടെയും താൽക്കാലിക വിസയുള്ളവരുടെയും കുട്ടികൾക്ക് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവിൽ ജനുവരിയിൽ അധികാരമേറ്റെടുത്ത ദിവസമാണ് ട്രംപ് ഒപ്പുവെച്ചത്. ട്രംപിനെ പരിഹസിച്ച മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ. ഇന്ത്യയെയും റഷ്യയെയും ഒന്നിപ്പിച്ചതിന് ട്രംപ് നൊബേൽ അർഹിക്കുന്നുവെന്ന് മൈക്കൽ റൂബിൻ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലേക്ക്. ഈ മാസം 20-ന് റാണാഘട്ടിൽ നടക്കുന്ന BJP റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സന്ദർശനം. പാകിസ്ഥാന്റെ താലിബാനെതിരായ നിലപാട് തള്ളി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഭീകരവാദ സംഘടനകളെ ചെറുക്കുന്നുണ്ടെന്നും കറുപ്പിന്റെ ഉൽപാദനം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പുടിൻ. താലിബാൻ തെഹ്രീക്കെ താലിബാനിലൂടെ പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.